ഇറാന് നേരെ മാരക ആക്രമണം നടത്തി ഇസ്രായേൽ. ഇറാന്റെ എണ്ണ ഡിപ്പോയ്ക്ക് നേരെ തന്നെ ഇസ്രായേൽ തീയിട്ടതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ഒപ്പം തന്നെ ബാലിസ്റ്റിക് മിസൈൽ സംഭരണ കേന്ദ്രവും തകർത്തതായി തന്നെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ആദ്യമായിട്ടാണ് ഇറാന്റെ ഓയിൽ ശേഖരത്തിൽ ഇസ്രായേൽ ആക്രമണം നടത്തുന്നത്. ഓയിൽ ഡിപ്പോ കത്തുന്നതായിട്ടുള്ള ചിത്രങ്ങളടക്കമാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ സംഭരണ കേന്ദ്രവും തകർത്തു എന്നത് ഇപ്പോൾ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തന്നെയാണ് വ്യക്തമാക്കി രംഗത്ത് വന്നിരിക്കുന്നതും. ഇറാനിലെ എണ്ണ സംഭരണശാലയ്ക്ക് നേരെ തന്നെ ഇസ്രായേലിന്റെ കനത്ത വ്യോമാക്രമണമാണ് നടന്നിരിക്കുന്നത്. ടെഹ്റാനിലും അതേപോലെ തന്നെ മറ്റിടങ്ങളിലായി തന്നെ എണ്ണ സംഭരണശാലയ്ക്ക് നേരെയാണ് ഇത്തരത്തിൽ വലിയ രീതിയിൽ രാത്രി വൈകി ആക്രമണം ഉണ്ടായിരിക്കുന്നതായി തന്നെ വ്യക്തമാക്കുന്നത്. അതേപോലെ തന്നെ ആക്രമണത്തെ തുടർന്നുകൊണ്ട് എണ്ണ സംഭരണശാലയിൽ വൻ തീപിടുത്തമുണ്ടായതായും വ്യക്തമാക്കുന്നു. ഇതിന്റെ ദൃശ്യങ്ങളടക്കം സമൂഹ മാധ്യമത്തിൽ വലിയ രീതിയിൽ പ്രചരിക്കുകയാണ്. നേരത്തെ ടെഹ്റാനിലെ മൊഹറാബാദ് വിമാനത്താവളത്തിന് നേരെയും വ്യോമാക്രമണം നടത്തിയിരുന്നു. ഇതിനു പിന്നാലെയാണ് ടെഹ്റാനിലെ വിവിധ എണ്ണ സംഭരണശാലകൾ ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെ ഇസ്രായേൽ ആക്രമണം നടത്തിയത്. ആക്രമണത്തിന് പിന്നാലെ തന്നെ എണ്ണ സംഭരണശാലയിൽ നിന്ന് വൻ സ്ഫോടന ശബ്ദം കേട്ടതായി തന്നെ സമീപവാസികൾ ഇവിടെ വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ അവിടെ കിലോമീറ്ററുകൾക്കപ്പുറമുള്ള വീടുകൾ പോലും സ്ഫോടനം ബാധിച്ചതായും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ടെഹ്റാനിൽ ആക്രമണമുണ്ടായ എണ്ണ സംഭരണശാലയ്ക്ക് സമീപമാണ് രാജ്യത്തെ പ്രധാന എണ്ണ ശുദ്ധീകരണശാലയും സ്ഥിതി ചെയ്യുന്നതായി തന്നെ വ്യക്തമാക്കുന്നത്. അതേസമയം എണ്ണ ശുദ്ധീകരണശാലയ്ക്ക് ആക്രമണത്തിൽ കേടുപാടുണ്ടാകുകയോ അല്ലെങ്കിൽ മറ്റ് വിവരങ്ങളൊന്നും തന്നെ ഇതുവരെയും വ്യക്തമായിട്ടില്ല. അതേപോലെ തന്നെ ടെഹ്റാനിലെയും അൽബോസിലെയും ഒക്കെ തന്നെ നിരവധി എണ്ണ സംഭരണശാലകൾ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയതെന്നതാണ് ഇറാൻ എണ്ണ മന്ത്രാലയം ഇപ്പോൾ പ്രസ്താവനയിലൂടെ തന്നെ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ടെഹ്റാനിലെ നിരവധി എണ്ണ സംഭരണശാലകളെയും അതുപോലെ ഊർജ്ജ കേന്ദ്രങ്ങളെയും ലക്ഷ്യമിട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള ആക്രമണം നടത്തി എന്നതാണ് ഇപ്പോൾ ഇസ്രായേൽ സൈന്യമടക്കം പ്രതികരിച്ചിരിക്കുന്നതും. ഇതെല്ലാം തന്നെ ഇറാന്റെ സായുധ സേനകൾ ഉപയോഗിക്കുന്ന ആ ഒരു സ്ഥലങ്ങളാണ് എന്നതാണ്. അതിനാൽ തന്നെയാണ് ഇവ ലക്ഷ്യമിട്ടതെന്നതാണ് ആക്രമണം നടത്തിയതിന് പിന്നാലെ തന്നെ ഇസ്രായേൽ അറിയിച്ചിരിക്കുന്നത്. അതേസമയം ഇസ്രായേലും യുഎസുമായുള്ള യുദ്ധം രൂക്ഷമായി തുടരുന്നതിനിടയിൽ തന്നെ ഇറാന്റെ നേതൃത്വത്തിൽ ഭിന്നത രൂക്ഷമാകുന്നതായി തന്നെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. പ്രസിഡന്റ് മസൂദ് പെസെൻഷ്കിൻ ഗൾഫ് രാജ്യങ്ങളോട് മാപ്പ് ചോദിച്ചതും ഇനി ആക്രമിക്കില്ല എന്ന പ്രഖ്യാപനം നടത്തിയതും ഇറാനിലെ ആ നേതൃനിരയിൽ വലിയ വിള്ളലുകൾ സൃഷ്ടിച്ചതായിട്ടുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. പ്രസിഡന്റ് ക്ഷമാപണം നടത്തുകയും ഇനി ആക്രമണം ഉണ്ടാകില്ല എന്ന് ഉറപ്പ് നൽകുകയും ചെയ്തതിന് തൊട്ടു പിന്നാലെ തന്നെയാണ് ഇത്തരത്തിൽ ഇറാന്റെ ഭാഗത്തു നിന്ന് ഗൾഫിലെ വിവിധ ഇടങ്ങളിൽ ആക്രമണം ഉണ്ടായതാണ് എന്നതാണ് വ്യക്തമാക്കുന്നത്. ഇറാനിലെ നേതൃനിരയിലെ തീവ്ര നിലപാടുകൾ തന്നെ സ്വീകരിക്കുന്നുവെന്നും അത് പ്രായോഗികവാദങ്ങൾ തമ്മിലുള്ള ഭിന്നതയാണ് ഇത്തരത്തിൽ മറനീക്കി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എന്നതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പ്രസിഡന്റ് മസൂദ് പെസെൻഷ്കിൻ അയൽ രാജ്യങ്ങളോട് മാപ്പ് ചോദിച്ചതും ഇനി ആക്രമിക്കില്ല എന്ന് ഉറപ്പ് നൽകിയതും സായുധ വിഭാഗമായ ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സ് അതിന്റെ നേതൃത്വത്തിൽ ഒന്നടങ്കം ഇതിനെ വലിയ രീതിയിൽ ചൊടിപ്പിച്ചതായിട്ടുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഇതോടുകൂടി തന്നെ ക്ഷമാപണം നടത്തിക്കൊണ്ട് മണിക്കൂറുകൾക്കകം തന്നെ പ്രസിഡന്റ് തന്റെ പ്രസ്താവന തിരുത്തി രംഗത്ത് വന്നതായും തന്നെ ഇപ്പോൾ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.